Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, assalatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തറസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ സ്വലാത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സ്വലാത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. നിശ്ചയം അല്ലാഹുവും മാലാഖമാരും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന്. ഇത് മാത്രം മതി സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ. കാരണം സ്വലാത്തിനെ കൂടാതെ മറ്റൊരു അമലും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. തീർന്നില്ല, സർവ്വ അമലുകളിലും സ്വീകാര്യമായതും അസ്വീകാര്യമായതുമുണ്ട്. ഇഖ്ലാസ് അനുസരിച്ച് അത് തീരുമാനിക്കപ്പെടും. എന്നാൽ സ്വലാത്തിൽ സ്വീകാര്യമായത് മാത്രമേ ഉള്ളൂ എന്നാണ് പണ്ഡിതപക്ഷം. അഥവാ സ്വലാത്തിന് ഇഖ്ലാസ് നിർബന്ധമില്ല. നിഷ്കളങ്കത കൊണ്ടാവലാണ് നല്ലതെങ്കിലും തമാശക്കോ റിയാഇനോ വേണ്ടിയാണെങ്കിലും സ്വലാത്ത് സ്വീകരിക്കപ്പെടും. സ്വലാത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ച് ഒട്ടനേകം ഹദീസുകൾ പ്രതിപാദിക്കാനുണ്ട്. ഉഹ്റവിയായ 70%, ദുനിയവിയായ 30% കാര്യങ്ങൾ സ്വലാത്ത് മുഖേന പരിഹരിക്കപ്പെടും എന്ന തിരു ഹദീസാണ് അതിലൊന്ന്. അഥവാ 2 ലോകവും വിജയിക്കുമെന്ന് അർത്ഥം. മാത്രമല്ല, നാളെ സ്വർഗലോകത്ത് എന്റെ ഏറ്റവും അടുത്ത സീറ്റുകാരൻ എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനായിരിക്കും എന്നാണ് മറ്റൊരു തിരുമൊഴി. ഒരു ദിനം പ്രഭാതത്തിൽ പതിവിലേറെ പുഞ്ചിരി തൂകുന്ന പുണ്യനബിയെ കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്തേ തിരുനബിയെ ഇന്ന് വല്ലാത്ത മുഖപ്രസന്നത? മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി റബ്ബ് എനിക്ക് ദിവ്യ സന്ദേശം തന്നു. ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 നന്മകൾ രേഖപ്പെടുത്തുകയും 10 ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിച്ച ഈ വിഷയത്തിൽ നാം ഒരിക്കലും പിന്നിലായിക്കൂടാ. സ്വലാത്ത് കൊണ്ട് നന്മകൾ ഇരട്ടിപ്പിക്കപ്പെടുകയും ദോഷങ്ങൾ മായ്ക്കപ്പെടുകയും പുണ്യനബിയുടെ പ്രീതി ലഭ്യമാവുകയും മലായികത്തിന്റെ പ്രാർത്ഥന കിട്ടുകയും കടങ്ങൾ വീടപ്പെടുകയും മഴ വർഷിപ്പിക്കപ്പെടുകയും ആപത്തുകളെ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. കൂടാതെ മരണസമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായവും ഖബറിൽ സുരക്ഷയും സിറാത്തിൽ പിടിവള്ളിയും ഹൗലുൽ കൗസർ പാനഭാഗ്യവും സ്വർഗീയ പ്രവേശവും അടക്കമുള്ള നിരവധി നേട്ടങ്ങൾ സ്വലാത്ത് മുഖേന ലഭിക്കുമെന്നിരിക്കെ നാം ഒരിക്കലും സ്വലാത്തിന്റെ വിഷയത്തിൽ മടിയന്മാരാവരുത്. ഒരു സ്വലാത്ത് ചരിത്രമായി വിറക്കി ഞാൻ അവസാനിപ്പിക്കാം. പുണ്യമദീനത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യഗണങ്ങളിൽ നിർത്താതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന ഒരു സുഹാബി ഉണ്ടായിരുന്നു. ഏതു സമയവും ആ അധരങ്ങൾ സ്വലാത്ത് കൊണ്ട് തത്തിക്കളിക്കുമായിരുന്നു. ജൂതജനങ്ങൾക്ക് ഇതത്ര പിടിച്ചില്ല. കാട്ടിലെ വിറക് വെട്ടി നാട്ടിൽ വിറ്റ് ജീവിക്കുന്ന ആ പാവം സുഹാബി ഒരു ദിനം കാട്ടിൽ പ്രവേശിച്ചതും ജൂതകിങ്കരർ വളഞ്ഞു മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന നിന്റെ നാവ് ഞങ്ങൾ അരിയുമെടാ എന്ന് ആക്രോശിച്ച് ആ പരിശുദ്ധ നാവ് അവർ അരിഞ്ഞെടുത്തു. അത്യധികം ദുഃഖിതനായി രക്തം പുരണ്ട നാവും കയ്യിൽ പിടിച്ച് സുഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. ഇനി എങ്ങനെ ഞാൻ തിരുനൂറിന്റെ മേൽ സ്വലാത്ത് ചൊല്ലും എന്നായിരുന്നു സുഹാബിയുടെ സങ്കടം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചു. ശേഷം അല്പം ഉമിനീര് പുരട്ടി ആ വിശുദ്ധ നാവ് പിടിപ്പിച്ചു കൊടുത്തു. സ്വലാത്തിന്റെ കറാമത്തും തിരുമോജിസത്തും മൂലമുണ്ടായ മഹാഭാഗ്യത്തിൽ സുഹാബി സന്തോഷ കണ്ണീര് വാർക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നോക്കൂ സ്വലാത്തിന്റെ മഹത്വം. ഉബയ്യ് കഅബ് തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, നബിയെ, ഒരു ദിവസത്തിന്റെ 1/4 അങ്ങയുടെ മേൽ സ്വലാത്തിനായി ഞാൻ നീക്കിവെക്കുമെന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കൂടുതലാക്കിയാൽ നിങ്ങൾക്ക് അത്രയും ഹൈർ. ഇത് കേട്ട കഅബ് തങ്ങൾ ആദ്യം പറഞ്ഞത് തിരുത്തി, ഒരു ദിനത്തിൽ പകുതി സമയവും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നീക്കിവെക്കും. അപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് അത്രയും ഹൈർ എന്ന് തന്നെയായിരുന്നു. അവസാനം ദിവസം മുഴുവൻ സമയങ്ങളും സ്വലാത്ത് ചെല്ലാം എന്ന് വാഗ്ദാനത്തിൽ എത്തി കഅബ് തങ്ങൾ. അതിന്റെ പ്രതിഫലവും പ്രാധാന്യവും അറിഞ്ഞതുകൊണ്ടാണല്ലോ മഹാൻ ആവിധം പ്രതിജ്ഞ എടുത്തത്. കഅബ് തങ്ങളുടെ അത്രയില്ലെങ്കിലും ദിനേന പരമാവധി പതിവാക്കാൻ നാം ശ്രമിക്കണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം. കാരണം ഇതര ദിനങ്ങളിൽ മാലാഖകളാണ് സ്വലാത്ത് റൗളയിൽ എത്തിക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ച എനിക്ക് ഒരു വസീലയും കൂടാതെ നേരിട്ട് എത്തുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ട്. സ്വലാത്തിലൂടെ തിരുനബിയിലേക്ക് അടുക്കുവാനും
തിരുനബിയിലൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.